ചരിത്രമുറങ്ങുന്ന നിലമ്പൂരിന്റെ വികസനത്തിനായി ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നബാർഡിന്റെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന ഗ്രാമവിഹാർ എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കുന്നു. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ പദ്ധതി. നിലമ്പൂരിലെ ഹോം സ്റ്റേകളെ ശാക്തീകരിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന രീതിയിൽ സഞ്ചാരികളെ നിലമ്പൂരിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നാടിന്റെ തനത് പാരമ്പര്യ കലാരൂപങ്ങൾ, ഭക്ഷണ രീതികൾ, കൃഷി, തൊഴിൽ രീതികൾ, ആദിവാസി സംസ്കാരം എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പരിശീലന പരസ്യ പരിപാടികൾ ആവിഷ്കരിക്കും. സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ടൂറിസത്തെ ഡിസൈൻ ചെയ്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കുക. ഓട്ടോ, ടാക്സി ഡ്രൈവർമാർ, ടൂർ ഓപ്പറേറ്റർമാർ, ട്രാവൽ ഏജൻസികൾ, ടൂർ ഗൈഡുകൾ എന്നിവർക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ടൂർ പാക്കേജുകൾ ഒരുക്കും. ഇത്തരം പാക്കേജുകൾ നിലമ്പൂർ ടൂറിസത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റ് സംരംഭങ്ങൾ എന്നിവ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്താൽ സാങ്കേതിക വിപണന പിന്തുണയും ലഭിക്കും. രജിസ്റ്റർ ചെയ്യാൻ ബന്ധപ്പെടേണ്ടത് ഈ നമ്പറുകളിലാണ്: 9633632065 അല്ലെങ്കിൽ 9072226884. പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കണം. പദ്ധതി പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോം സ്റ്റേ സംരംഭകർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. പരിശീലനത്തിലൂടെ സംരംഭകർക്ക് കൂടുതൽ അതിഥികളെ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. ടൂറിസത്തിന്റെ പ്രയോജനങ്ങൾ കൂടുതൽ മേഖലകളിലേക്കും ആളുകളിലേക്കും എത്തിക്കാനും ഈ പദ്ധതി വഴി സാധിക്കും. ലോക ടൂറിസം ഭൂപടത്തിൽ നിലമ്പൂരിന് പ്രത്യേക സ്ഥാനം ലഭിക്കുന്നതിന് കൂടിയുള്ള ശ്രമമാണിത്. അതേസമയം കേരളത്തിന്റെ ടൂറിസം മേഖല ഓരോ വർഷം കഴിയും തോറും കൂടുതൽ വരുമാനം നേടുന്ന വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷം ടൂറിസ്റ്റുകളുടെ വരവിൽ വൻ വർധനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 കേരളം സന്ദർശിച്ച ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 2.25 കോടിയാണ്. ഇതിൽ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് അധികവും. കാലം മാറുന്നതനുസരിച്ച് ജനങ്ങളുടെ ജീവിത രീതിയിലും പണം വ്യയം ചെയ്യുന്ന മാർഗങ്ങളിലും വ്യത്യാസങ്ങൾ വരാം. പഴയ കാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് വേണ്ടിയൊന്നും ആരും കുടുംബ ബഡ്ജറ്റിൽ പണം നീക്കിവെക്കാറില്ലായിരുന്നു. ഇപ്പോഴാകട്ടെ ശരാശരി കുടുംബങ്ങൾ പോലും വിദേശ ആഭ്യന്തര യാത്രകൾക്കാണ് പ്രതിവർഷം ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള ടൂർ ഏജന്റുമാരുടെയും വിനോദയാത്രാ കമ്പനികളുടെയും എണ്ണം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവും. വിനോദയാത്രാ സേവനം ലഭ്യമാക്കാനായി ഏതാണ്ട് 5 ലക്ഷത്തിലേറെ ഏജൻസികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന വ്യവസായമായി ടൂറിസം രംഗം പരിണമിക്കാനാണ് എല്ലാ സാധ്യതകളും കാണുന്നത്. അതിനാൽ തന്നെ ടൂറിസത്തിന് വ്യവസായ പദവി നൽകുന്നത് എന്തുകൊണ്ടും ഈ രംഗത്തിന്റെ വളർച്ചയെ പരിപോഷിക്കാൻ ഉതകുന്നതാണ്. എന്നാൽ ആ വഴിക്ക് കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യമന്ത്രി കെ ബാലഗോപാൽ പറയുകയും ചെയ്തു. ടൂറിസത്തിന് വ്യവസായ പദവി ലഭിക്കുന്നത് ഈ മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വഴിയൊരുക്കുന്നതാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 10% ടൂറിസത്തിൽ നിന്നാണ്. ഇത് വരും വർഷങ്ങളിൽ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാകും വ്യവസായ പദവി. മാത്രമല്ല ഇപ്പോൾ തന്നെ 5 ലക്ഷത്തോളം പേർ പ്രത്യക്ഷമായും 20 ലക്ഷത്തോളം പേർ പരോക്ഷമായും ടൂറിസം രംഗത്തെ ആശ്രയിച്ച ഉപജീവനം നടത്തുന്നുണ്ട്. 2 പ്രളയവും കോവിഡ് കാലവും നമ്മുടെ ടൂറിസം രംഗത്തെ പാപ്പരാക്കിയതാണ്. വയനാട്ടിൽ 254 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലും ടൂറിസത്തെ താൽക്കാലികമായിട്ടാണെങ്കിലും പ്രതികൂലമായി ബാധിച്ച സംഭവമാണ്. ഇതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ടൂറിസം രംഗത്തെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ വ്യവസായ പദവി അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.